ഇന്ന് നമ്മൾ മീറ്റ് ചെയ്യുന്നത് സമുദ്ര പ്ലാനറ്റ് സിഇഒ ആണ് ഡോക്ടർ ജീവൻ സുധാകരൻ. സമുദ്ര പ്ലാനറ്റ് ആണ് കേരളത്തിൽ ആദ്യമായിട്ട് ബാബ ആറ്റോമിക് റിസർച്ച് സെൻറ്റർ, അതേപോലെ ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ DRDO, ഈ രണ്ട് സ്ഥാപനങ്ങളിലും ഇന്ത്യയിലെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഈ രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് ചേർന്നിട്ട് വേസ്റ്റ് മാനേജ്മെൻറ്റ് സൊല്യൂഷൻസിൽ അനറോബിക് ടെക്നോളജി ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അവർ രണ്ട് പ്രൊഡക്ട്സ് ആണ്, ബയോ ഡൈജസ്റ്റർ, ബയോ ഹാർവെസ്റ്റർ. അപ്പോൾ നമുക്കിന്ന് അദ്ദേഹത്തെ മീറ്റ് ചെയ്യാം, ഈ ടെക്നോളജിയെ കുറിച്ച് അറിയാം, എങ്ങനെ ഈ ടെക്നോളജി കേരളത്തിലെ വളരെ അലാമിംഗ് ആയിട്ടുള്ള വേസ്റ്റ് ക്രൈസിസ് എങ്ങനെ സോൾവ് ചെയ്യും, അതിനെക്കുറിച്ച് കൂടുതൽ അറിയാം. ഗുഡ് ആഫ്റ്റർനൂൺ സർ. ഗുഡ് ആഫ്റ്റർനൂൺ. കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു ക്രൈസിസ്, വേസ്റ്റ് ക്രൈസിസ് എന്താണ്? കേരളം ഫേസ് ചെയ്യുന്ന ചലഞ്ച് എന്താണ്? നമുക്ക് ഇത്രയധികം മഴയുള്ളൊരു സംസ്ഥാനം, 8 മാസം, ഇപ്പോൾ 9 മാസത്തോളം മഴ പെയ്തു. പക്ഷേ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ കുടിവെള്ളത്തിൽ കണ്ടാമിനേഷനാണ്. കുടിവെള്ളത്തിൻ്റെ കണ്ടാമിനേഷൻ എന്ന് പറയുന്നത് സെപ്റ്റിക് ടാങ്കിൻ്റെ ലീക്കേജ്, അതിൻ്റെ ഓവർഫ്ലോ വന്നിട്ട് നമ്മുടെ കുടിവെള്ള സ്രോതസ്സുകളെ മലിനമാക്കുന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം. DRDOയുടെയും ബാർക്കിൻ്റെയും ടെക്നോളജി എങ്ങനെയാണ് ഈ ഒരു ക്രൈസിസിനെ സോൾവ് ചെയ്യാൻ പോകുന്നത്? ശരിക്ക് DRDO ഈ ടെക്നോളജി ഡെവലപ്പ് ചെയ്തത്, അതായത് DRDO ഡെവലപ്പ് ചെയ്തത് ലിക്വിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ടെക്നോളജി, അതായത് ടോയ്ലറ്റ് വേസ്റ്റിന് വേണ്ടിയിട്ട്. മെയിൻലി ഹൈ ആൾട്ടിറ്റ്യൂഡ്സിലുള്ള നമ്മുടെ മിലിറ്ററി ക്യാമ്പ്സ്, സോൾജേഴ്സിൻ്റെ ക്യാമ്പ്സ്, അവർക്ക് ഈ പറഞ്ഞ ഫ്രീസിങ് ക്ലൈമറ്റ്സിൽ ക്യാമ്പ് സെറ്റ് ചെയ്ത് കഴിയുമ്പം അവർക്ക് ഈ ഫീക്കൽ മാറ്റർ, അവരുടെ ടോയ്ലറ്റ് വേസ്റ്റ് പ്രോസസ്സ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നു. അവിടത്തേക്ക് വേണ്ടി ഏതാണ്ട് 10-25 വർഷങ്ങൾക്ക് മുമ്പ് ഡെവലപ്പ് ചെയ്ത് അവിടെ പ്രാക്ടീസ് ചെയ്തിരുന്ന ഒരു സിസ്റ്റമാണ്. അതാണ് പിന്നീട് നമ്മുടെ റെയിൽവേസിൽ, ഇപ്പോൾ റെയിൽവേ ലൈൻ നമ്മളൊരു 10 വർഷം മുമ്പ് നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ റെയിൽവേ ലൈൻ നോക്കുമ്പോൾ അതിനകത്ത് മുഴുവനും, എസ്പെഷ്യലി സ്റ്റേഷൻസിൻ്റെ അവിടെ വരുമ്പോഴും രാവിലെ സമയങ്ങളിൽ എവിടെ കൂടെയൊക്കെ പാസ് ചെയ്യുന്ന ആ നാട്ടുകാർക്ക് മുഴുവൻ പിന്നെ വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഇന്ന് നോക്കിക്കേ, ഇന്ന് ഒരൊറ്റ സ്ഥലത്ത് റെയിൽവേ ട്രാക്കിൽ ഈ പറഞ്ഞ ടോയ്ലറ്റ് വേസ്റ്റ് എന്ന് പറയുന്നതില്ല. അപ്പോൾ അത് റെയിൽവേയിൽ കൊണ്ടുവന്നു, റെയിൽവേയിൽ ഇതിപ്പോൾ പ്രാവർത്തികമാക്കി. അതിനുശേഷമാണ് മറ്റേ നമ്മുടെ സ്വച്ഛ് ഭാരത് അഭിയാൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിലെമ്പാടും ബയോ ടോയ്ലറ്റ്സ് കൊണ്ടുവന്നത്. അപ്പോൾ പഴയ കൺവെൻഷണൽ സെപ്റ്റിക് ടാങ്കിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ ഓവർകം ചെയ്യാൻ പറ്റുന്ന ഒരു സൊല്യൂഷനാണ് ബയോഡൈജസ്റ്റർ. കാരണം ബയോഡൈജസ്റ്ററിനകത്ത് ഓൾമോസ്റ്റ് 100% പ്രോസസ്സ് നടന്ന് പുറത്ത് വരുന്നത് വെള്ളമാണ്. എന്നാൽ കൺവെൻഷണൽ സെപ്റ്റിക് ടാങ്കിൽ ഏതാണ്ട് 30% മാത്രമാണ് പ്രോസസ്സ് നടക്കുന്നത്. അതിനകത്ത് സ്ലറി ഉണ്ടാകും. ഈ സ്ലറി നമുക്ക് ഡിസ്പോസ് ചെയ്യാനായിട്ടുള്ള സംവിധാനം ഇല്ല. ഇപ്പം നമ്മൾ കണ്ടുവരുന്നത് ഈ വേസ്റ്റ് കൊണ്ടുപോയിട്ട് പബ്ലിക് രാത്രി കാലങ്ങളിൽ ടാങ്കറിൽ കൊണ്ടുപോയിട്ട് ഡിസ്പോസ് ചെയ്യുക. അപ്പോൾ ഇതിനൊരു സൊല്യൂഷനാണ് ശരിക്കും. ഇനി ബയോഡൈജസ്റ്റർ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല. തീർച്ചയായിട്ടും ബയോഡൈജസ്റ്റർ വന്നു കഴിഞ്ഞാൽ ഈ ടാങ്കറിൽ ഇടയ്ക്ക് ഈ സെപ്റ്റേജ് എടുത്തിട്ട് കൊണ്ടുപോയി ഡംപ് ചെയ്യുന്ന ഒരു ആവശ്യം ഉണ്ടാവുന്നില്ല. കാരണം എൻ്റയർ പ്രോസസ്സ് ഓരോരുത്തരുടെ വീട്ടിലും അവരുടെ ഈ ഡൈജസ്റ്റിനകത്ത് വീടുകളിൽ പ്രോസസ്സ് നടന്നു കഴിഞ്ഞാൽ പുറത്ത് വരുന്ന വെള്ളം ചെടി നനയ്ക്കാനായിട്ട് ഉപയോഗിക്കാം. ദിസ് ഈസ് ദ ബെസ്റ്റ് സൊല്യൂഷൻ അവൈലബിൾ, നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. എല്ലാവരുടെയും മനസ്സിൽ ഇപ്പോൾ ഒരു വീട് പണിയുമ്പോൾ ഒരു സെപ്റ്റിക് ടാങ്ക് മേടിച്ചു വെക്കുക. എന്താണ് സെപ്റ്റിക് ടാങ്ക് ഉണ്ടാക്കുന്ന ഡാമേജ്? ആക്ച്വലി നമ്മൾ ഓൾമോസ്റ്റ് 100% ലിറ്ററസി ഉള്ളൊരു സ്റ്റേറ്റാണ്. എന്നാൽ ഇത്രയും വിദ്യാഭ്യാസമുള്ള, എന്നാൽ സാമൂഹിക വ്യവസ്ഥയിൽ ഓൾമോസ്റ്റ് ഏത് പാരാമീറ്റർ എടുത്ത് നോക്കിയാലും നമ്മൾ വൺ ഓഫ് ദി ബെസ്റ്റ് ആണ്. ഐ മീൻ ഏറ്റവും ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ് നമ്മൾ. പക്ഷേ ഈ സെപ്റ്റേജിൻ്റെ കാര്യത്തിൽ, അല്ലെങ്കിൽ സെപ്റ്റിക് ടാങ്ക് എന്ന ഇനി ലീസ്റ്റ് പ്രയോറിറ്റി നമ്മൾ കൊടുത്തിരിക്കുന്നത്. കാരണം ബാക്ക് യാർഡിൽ എവിടെയെങ്കിലും ഒരു ഇത് കുഴിച്ചിടുക, അത് കഴിയുമ്പോൾ അത് തീർന്നു. പക്ഷേ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ട ഒരു സംഗതിയാണ്. കാരണം ഇതിൽ നിന്ന് വരുന്ന ഓവർഫ്ലോ, ഈ സാധാരണ സെപ്റ്റിക് ടാങ്കിനകത്ത് നടക്കുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഒരു 30% വേസ്റ്റ് അതിനകത്ത് പ്രോസസ്സ് ചെയ്യപ്പെടുന്നുള്ളൂ, ബാക്കി അതിനകത്ത് കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതിനകത്ത് പുറത്ത് വരുന്നതിനകത്ത് കോളിഫോം ഉണ്ട്, ഈക്കോളി ബാക്ടീരിയ ഉണ്ട്. ഇതാണ് നമ്മുടെ കുടിവെള്ളത്തിൽ ചെന്ന് കലരുന്നത്. അത് നമ്മുടെ ലോങ് ടേം ഹെൽത്തിനെ ബാധിക്കും. നമ്മൾ ബോർവെല്ലിൽ നിന്ന് പമ്പ് ചെയ്തെടുക്കുന്ന വെള്ളം അതെൻ്റെ ഓവർ ടാങ്കിലാക്കിയിട്ട് ഞാനത് കുളിക്കും, ഞാനതിനകത്ത് പാത്രം കഴുകും, ഞാൻ അതിനകത്ത് തുണി അലക്കും, എൻ്റെ ഗ്ലാസ് കഴുകും, എന്നിട്ട് അതിനകത്ത് ഞാൻ മിനറൽ വാട്ടർ ഒഴിക്കും. പക്ഷേ ഞാൻ കഴുകുന്ന ഗ്ലാസ്സിനകത്ത് കുറച്ചെങ്കിലും കോളിഫോം കാണും. ഇതിനകത്ത് പറയുന്ന ഒരു അനറോബിക് ടെക്നോളജിയാണ്. ഈ അനറോബിക് ടെക്നോളജി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? അനറോബിക് എന്ന് പറഞ്ഞാൽ ഓക്സിജൻ്റെ ആബ്സെൻസിൽ വർക്ക് ചെയ്യുന്ന ഒരു കോളനി ഓഫ് ബാക്ടീരിയ ആണ്. ഇതിനകത്ത് അനറോബിക് ബാക്ടീരിയ ആണ്.
ഈ കോളനി ഓഫ് ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ ഇത് ഇതിനകത്ത് ഉള്ള ബാക്ടീരിയ മൾട്ടിപ്പിൾ സോഴ്സിൽ നിന്ന് എടുത്ത് -5 തൊട്ട് +50 വരെയുള്ള ടെമ്പറേച്ചറിൽ ജീവിക്കാൻ പറ്റുന്ന രീതിയിൽ ഉണ്ടാക്കിയിട്ടുള്ള ബാക്ടീരിയ കോളനിയാണ്. അത് നമ്മുടെ കുളവാഴയില്ലേ, പായൽ, അതിൽ നിന്നുള്ള ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയ ഉണ്ട്. ഹ്യൂമൻ ഗട്ട്, നമ്മുടെ വെജിറ്റേറിയൻ ഹ്യൂമൻസിൻ്റെ ഗട്ടെന്നും നോൺ വെജിറ്റേറിയൻസിൻ്റെ ഗട്ട് എന്നുള്ള ബാക്ടീരിയ. ആനിമൽസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആനിമൽസ്, ഇപ്പോൾ പിഗ് ഉണ്ട്, ബഫലോ ഉണ്ട്, കൗസ് ഉണ്ട്, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആനിമൽ. അന്റാർട്ടിക്ക, പല ക്ലൈമറ്റിക് കണ്ടീഷൻസിൽ നിന്നും പല ആനിമൽസിൽ നിന്നും ഹ്യൂമൻസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡയറ്റ് ഫോളോ ചെയ്യുന്ന ഹ്യൂമൻസിൻ്റെ ഗട്ടിൽ നിന്നും ഒക്കെ ഉള്ള ബാക്ടീരിയ എടുത്തിട്ട് ഈ ബാക്ടീരിയ ആണ് ഈ നമ്മുടെ ബയോഡൈജസ്റ്ററിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. ടെക്നോളജിയുടെ ഏറ്റവും വലിയ സേഫ്റ്റി ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ ഈ ബാക്ടീരിയ എയറുമായിട്ട് കോണ്ടാക്ട് ഇമ്മീഡിയറ്റ്ലി വന്നത് ചത്തുപോകും. അതെ, അനറോബിക്, അതായത് ഈ അനറോബിക് കണ്ടീഷനിൽ ഓക്സിജൻ്റെ ആബ്സെൻസിൽ, ഓക്സിജൻ ഇല്ലാതെ ഈ ബാക്ടീരിയയ്ക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇതിൽ നിന്ന് വരുന്ന ഓവർഫ്ലോയിൽ കൂടെ കുറച്ച് ബാക്ടീരിയ പുറത്തു വന്നെന്ന് വിചാരിക്കുക, അത് എറോബിക് കണ്ടീഷനിലാണ്, ഓക്സിജനിലോട്ടാണ് വരുന്നത്. അപ്പം നമ്മുടെ മൂക്ക് പൊത്തിപ്പിടിക്കുന്ന പോലെയാണ് അതിന് ഓക്സിജൻ വരുമ്പം അത് ഇമ്മീഡിയറ്റ്ലി ഡിസ്ട്രോയ് ചെയ്യപ്പെടും, ചത്തു. കേരളത്തിൽ ഈ ബയോഡൈജസ്റ്റ് അല്ലെങ്കിൽ ബയോ ഹാർവെസ്റ്റർ, ഈ 2 ടെക്നോളജി കൊണ്ട് എങ്ങനെ ഒരു വേസ്റ്റ് മാനേജ്മെൻറ്റ് ഒരു സസ്റ്റൈനബിൾ സൊല്യൂഷനായിട്ട് ഈ 2 ടെക്നോളജി എങ്ങനെ മാറാൻ സാധ്യതയുണ്ട്? ഈ ബയോഡൈജസ്റ്റർ, അതായത് ടോയ്ലറ്റ് വേസ്റ്റ് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുടിവെള്ള സ്രോതസ്സിനെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റും. പിന്നെ ബയോ ഹാർവെസ്റ്റർ, നമ്മളുടെ 28% ഭക്ഷണം ഉണ്ടാക്കുന്നത് നമ്മൾ അഗ്രികൾച്ചർ ചെയ്ത് ഉണ്ടാക്കുന്ന സാധനം ഭക്ഷിക്കുന്നില്ല, വേസ്റ്റ് ചെയ്യണം, ഫുഡ് വേസ്റ്റ്. ഇത് പലപ്പോഴും ഓപ്പൺ സോഴ്സിൽ അല്ലെ ലാൻഡ് ഫില്ലായിട്ടൊക്കെ പോയി കിടക്കും. അത് അവിടെ കിടന്നിട്ട് മീഥെയിൻ ജനറേറ്റ് ചെയ്യും. അതുകൊണ്ടാണ് നമ്മുടെ ബ്രഹ്മപുരത്ത് ഒരു പ്രാവശ്യം തീ പിടിച്ചിട്ട് കുറച്ച് നാളുകളോളം നിന്ന് കത്തി. ഇത് ഈ പറഞ്ഞ് ഇങ്ങനെ കിടന്നിട്ട് അതിനകത്ത് ഇതിൻ്റെ അടിയിൽ മീഥെയിൻ ജനറേറ്റ് ചെയ്യും. ആ മീഥെയിൻ അവിടെ കിടക്കുക, എന്തെങ്കിലും ഒരു സ്പാർക്ക് വന്നാൽ അത് കത്തും. അപ്പം ഈ മീഥെയിനാണ്, ഇങ്ങനത്തെ മീഥെയിൻ ജനറേറ്റ് ചെയ്യുന്നതാണ് ഓസോണിന് ഡാമേജ് ഉണ്ടാക്കുന്നത്. ഇറ്റ് ഈസ് കോൺട്രിബ്യൂട്ടിങ് ടു ഗ്ലോബൽ വാർമിംഗ്. അതായത് നമ്മുടെ ഈ ചൂട് ഓരോ വർഷം കഴിയുമ്പോഴും ചൂട് കൂടുന്നതിൻ്റെ ഒരു മെയിൻ സോഴ്സ് ഈ പറഞ്ഞ അലക്ഷ്യമായിട്ട് പല സ്ഥലങ്ങളിലും പോയി വീഴുന്ന ഫുഡ് വേസ്റ്റ് കൂടെയാണ്. ബാബ ആറ്റോമിക് റിസർച്ച് സെൻറ്റർ ഡെവലപ്പ് ചെയ്ത അനറോബിക്, അതും അനറോബിക്കാണ്, അനറോബിക് ഡൈജസ്റ്റർ 2 ടൈപ്പ് ഉണ്ട്. ഹെലിക്കൽ ടൈപ്പ് ഉണ്ട്, നമ്മുടെ മനുഷ്യൻ്റെ കുടൽ പോലത്തെ ഒരു സിസ്റ്റമാണ്. ആക്ച്വലി 3 സ്റ്റേജാണ്. അത് കംപ്ലീറ്റ് മാസറേറ്റ് ചെയ്യും, അതൊരു ലിക്വിഡ് ഫോമിലാക്കിയിട്ട് അത് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ 5 ദിവസം പ്രീ ഡൈജസ്റ്റർ, അത് എയറോബിക് കണ്ടീഷനിൽ ഓക്സിജൻ്റെ പ്രസൻസിൽ അതിനെ ഹോൾഡ് ചെയ്തിട്ട് 6ാമത്തെ ദിവസമാണ് അനറോബിക് കണ്ടീഷനിലോട്ട് വിടുന്നത്. പിന്നീട് ഒരു 15 to 18 ഡേയ്സിൽ മുഴുവനും മാനുവറായിട്ടും വരും. ഗ്യാസ് ക്ലീൻ, ബെറ്റർ ഗ്യാസാണ്. സാധാരണ ഇതിൽ നിന്ന് വരുന്നതിനേക്കാളും ഓൾമോസ്റ്റ് 50% കലോറിഫിക് വാല്യൂ കൂടുതലാണ്. അപ്പം കേരളത്തിൽ ഇപ്പം ജനറേറ്റ് ചെയ്യുന്ന, ഇപ്പം ഏറ്റവും കൂടുതൽ വേസ്റ്റുകൾ ജനറേറ്റ് ചെയ്യുന്ന ഇപ്പം മാർക്കറ്റ്സ് ആൻഡ് സ്ലോട്ട് ഹൗസസ്, പിന്നെ അതേപോലെ ഹ്യൂജ് പബ്ലിക് ഇവൻറ്റ്സിൽ ഫുഡ് സെർവ് ചെയ്യുന്ന പബ്ലിക് ഇവൻറ്റ്സ്, ഓഡിറ്റോറിയംസ്. അപ്പോൾ അങ്ങനെയുള്ള ലാർജ് വോളിയം വേസ്റ്റ് ജനറേറ്റ് ചെയ്യുന്ന സ്പേസസിലൊക്കെ ബയോ ഹാർവെസ്റ്റർ വന്നു കഴിഞ്ഞാൽ 100% വി ക്യാൻ ട്രീറ്റ് ദിസ് വേസ്റ്റ് ജനറേറ്റഡ് ആൻഡ് ജനറേറ്റ് ബയോമാനുവർ ആൻഡ് ബയോഗ്യാസ്. ഉറപ്പായിട്ടും ഇങ്ങനെ ഇപ്പോൾ ഈ പറഞ്ഞ കല്യാണ മണ്ഡപം, സ്കൂളുകൾ, ഹോസ്റ്റൽസ്, ക്ഷേത്രങ്ങൾ, ക്ഷേത്രങ്ങളുടെ അത് സംബന്ധിച്ച് ഇപ്പോൾ ഒരു കല്യാണം നടന്നു കുറേ വാഴയില കാണും. വാഴയില ഡിസ്പോസൽ ഒരു വലിയ പ്രശ്നം തന്നെയാണ് പലപ്പോഴും. വാഴയിലൊക്കെ ഇതിനകത്ത് ട്രീറ്റ് ചെയ്ത് പോകാൻ പറ്റുന്ന സാധനങ്ങളാണ്. ഇതിനകത്തുനിന്ന് ഈ ബയോ ഹാർവെസ്റ്ററിനകത്ത് ഇത് ഫീഡ് ചെയ്താൽ തീർച്ചയായിട്ടും അത് മാനുവറും ബയോഗ്യാസുമായിട്ട് മാറും. ഈ പറഞ്ഞ എൻവയറമെൻറ്റ് പൊല്യൂഷൻ എന്നുള്ളതൊന്നും ഉണ്ടാവില്ല. അത് ഒഴിവാക്കും. ഈ ടെക്നോളജി കേരളത്തിൽ കൊണ്ടുവരുമ്പം ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഇത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ, ജനങ്ങൾക്ക് ഈ ടെക്നോളജി ആക്സെപ്റ്റ് ചെയ്യാനുള്ള ചലഞ്ചസ് എന്താണ്? ഈ ടെക്നോളജി അല്ല, അത് ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞു, നമുക്ക് 100% ലിറ്ററസി ഉണ്ട്. പക്ഷേ കോസ്റ്റ് സ്ലൈറ്റ് വേരിയേഷൻ ഉണ്ട്. അപ്പം ഡിപ്പെൻഡിങ് അപ്പോൺ അത്. പക്ഷേ ഇതിൻ്റെ ഒരു ലോങ് ടേം ബെനിഫിറ്റ്സ്, ഇതുകൊണ്ടുള്ള ഹെൽത്ത് ബെനിഫിറ്റ്സ്,
ഇതിനെക്കുറിച്ച് ആളുകളിലോട്ട് അത് അറിവ് അങ്ങോട്ട് എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. അത് ഓരോ വ്യക്തികളും തീരുമാനം എടുക്കണം, ഞാൻ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ. തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഓരോ വ്യക്തികളും തീരുമാനമെടുത്താൽ മാത്രമേ ഇതൊരു മാറ്റം കൊണ്ടുവരാൻ പറ്റൂ. അത്രേ ഉള്ളൂ. എൻ്റെ വീട്ടിൽ ജനറേറ്റ് ചെയ്യുന്ന വേസ്റ്റ് ഞാൻ എങ്ങനെ എക്കോ ഫ്രണ്ട്ലി ആയിട്ട് പ്രോസസ്സ് ചെയ്ത് അതിനെ ഡിസ്പോസ് ചെയ്യുന്നുള്ള തീരുമാനം ഞാൻ എടുക്കണം. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഇന്നത്തെ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ നമ്മൾ ആദ്യം ഇപ്പം സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ നമ്മൾ നമ്മുടെ ബാഗ് കൊണ്ടുപോകണം, പ്ലാസ്റ്റിക് ബാഗ് അവിടെ നിന്ന് കിട്ടില്ല, അതിലോട്ട് വരാനായിട്ട് കുറച്ച് സമയം എടുത്തു. ഇപ്പോൾ നമ്മൾ സഞ്ചിയും കൊണ്ടുപോകും, നമ്മുടെ വണ്ടിയിൽ സഞ്ചി കാണും, നമ്മൾ അതുമായിട്ടാണ് പോവുക. അതുപോലെ ആ ഒരു ചേഞ്ച് വരണം. മലയാളിയാണ് ഏറ്റവും ഫാസ്റ്റായിട്ട് ചേഞ്ച് അഡാപ്റ്റബിൾ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി മലയാളി കമ്മ്യൂണിറ്റി തന്നെയാണ്. മലയാളിക്ക് ഇന്ത്യക്ക് ഒരു മാതൃകയാകാൻ പറ്റുള്ളൂ. ഈ ഒരു പ്രൊഡക്ട്സ് അല്ലെങ്കിൽ ഈ ഒരു ടെക്നോളജി ലോക്കൽ ഗവൺമെൻറ് അല്ലെങ്കിൽ NGO ആയിട്ട് എന്തെങ്കിലും കൊളാബറേഷൻസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ? ശുചിത്വ മിഷൻ്റെ ത്രൂവിലുണ്ട് നമ്മുടെ ഈ പ്രോഡക്റ്റിന്, ബയോഡൈജസ്റ്ററിന്. സ്റ്റേറ്റ് ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുള്ള പ്രോഡക്റ്റാണ്. പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയിലോട്ടൊക്കെ പിന്നെ അവർ ഇൻസിസ്റ്റ് ചെയ്യുന്നില്ല, ബട്ട് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് ഇങ്ങനത്തെ ഈക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കാനായിട്ട് അവർ പറയുന്നുണ്ട്. വേറെ ഏതൊക്കെ മെയിൻ സെൻറ്റേഴ്സിലാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത് ഈ ബയോഡൈജസ്റ്റർ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്ന മേജർ പ്രൊജക്ട്സ്? കേരളത്തിൻ്റെ അഭിമാനമായ കൊച്ചി മെട്രോയുടെ എല്ലാ സ്റ്റേഷൻസിലും ബയോഡൈജസ്റ്ററാണ്. ഇപ്പോൾ 7 കൊല്ലത്തോളമായി. ശ്രീധരൻ സാർ ഉണ്ടായിരുന്ന സമയത്ത് DMRC ആണ് ഓർഡർ ചെയ്തത്, ഡൽഹി മെട്രോ ആണ് ഇത് ഓർഡർ ചെയ്തിട്ട് നമ്മൾ കൊച്ചി മെട്രോയ്ക്ക് ഇതെല്ലാം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പുറകെ വാട്ടർ മെട്രോ ബോട്ട് ജെട്ടികളിൽ ബയോ ടോയ്ലറ്റ്സ് ഉണ്ട്. ആ ബയോ ടോയ്ലറ്റ്സ് മുഴുവനും നമ്മളാണ് സപ്ലൈ ചെയ്യുന്നത്. അതിൻ്റെ ഇത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് നമ്മളാണ്. ഈ ഡാൽ ലേക്കിൽ ശ്രീനഗറിൽ ഒരു വലിയ ഇഷ്യൂ ഉണ്ട്. അവിടുത്തെ ആ ലേക്ക് മുഴുവനും പിന്നെ വെജിറ്റേഷൻ ഉണ്ടാകുന്നത് ഈ ടോയ്ലറ്റ് എന്നില്ല, അവിടെയുള്ള ഹൗസ് ബോട്ടുകളിലുള്ള ടോയ്ലറ്റ്സിൽ നിന്നുള്ള ഡിസ്ചാർജ് നേരെ ലേക്കിലാണ് പോവുക. അത് ലേക്കിനെ ഒരുപാട് ഫെർട്ടൈലാക്കിയിട്ട് അവിടെ മുഴുവനും പിന്നെ പുല്ലും ഇങ്ങനെയുള്ള അണ്ടർ വാട്ടർ പ്ലാന്റ്സ് ഭയങ്കരമായിട്ട് വളരും. അപ്പോൾ ആ സൊല്യൂഷൻ ആ ഒരു പ്രോബ്ലം അഡ്രസ്സ് ചെയ്യാനായിട്ട് ഇപ്പോൾ DRDO തന്നെ ഒരു മീറ്റിംഗ് വിളിച്ചിട്ട് നമ്മൾ പോയി ഡാൽ ലേക്കിൽ കുറേ ഹൗസ് ബോട്ടുകളിൽ നമ്മൾ ഇത് ചെയ്തു, പ്രോട്ടോടൈപ്പ് ചെയ്തു. ഫങ്ഷണലാണ്, ഇഫക്റ്റീവാണ്. ഹെൽത്തിന് പ്രയോറിറ്റി നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബയോഡൈജസ്റ്റിലോട്ട് നമ്മൾ മാറണം. ലോകത്ത് തന്നെ ഏറ്റവും അധികം കിണറുകളുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ കൊച്ചി കേരളം. 6 ലക്ഷം കിണർ അങ്ങനെ ഉണ്ട്. പക്ഷേ 90% പൊല്യൂട്ടഡ്. റീസൺ ഇതാണ്. ഒരു നെക്സ്റ്റ് 10 years ഡൗൺ ദ ലൈൻ എന്തായിരിക്കും ഈ ഒരു പ്രൊഡക്റ്റ് കേരളത്തിൽ കൊണ്ടുവരാനുള്ള മാറ്റം? 10 years ഡൗൺ ദ ലൈൻ ഹെൽത്തി ഫാമിലീസ്, പ്രോബ്ലി പുതിയ വീടുകൾ വെക്കുന്നവരെല്ലാവരും തന്നെ ബയോഡൈജസ്റ്ററിലോട്ട് അവർ സ്വിച്ച് ചെയ്യപ്പെടും. കാരണം അവരതേ വാങ്ങിക്കും, അവയർനെസ് കൂടും. അപ്പം അവരെല്ലാവരും ഹെൽത്തി ആയിട്ട് ജീവിക്കും, അസുഖങ്ങൾ ഒഴിവായിട്ട്. ഇപ്പോൾ ഡയറിയ തൊട്ടുള്ള പല അസുഖങ്ങളുണ്ട്, ഇതിൽ നിന്നൊക്കെ മുക്തി നേടാം. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജസ് എന്താണ് കമ്പയർഡ് ടു കൺവെൻഷണൽ സെപ്റ്റിക് ടാങ്ക്? അഡ്വാൻറ്റേജ് നമ്പർ 1 ഗ്രൗണ്ട് വാട്ടർ ഇമ്പ്രൂവ്മെൻറ്റ്, ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റ്. പിന്നെ ഈ സെപ്റ്റേജ് വേസ്റ്റ് ഇടയ്ക്ക് പലപ്പോഴും നമ്മൾ കാണുന്നില്ല, ടാങ്കറിൽ പമ്പ് ചെയ്തിട്ട് കൊണ്ടുപോകുന്നു. അപ്പോൾ ഇതിന് അങ്ങനത്തെ ഒരു കളക്ഷനേ വേണ്ട. ഇതിനകത്ത് ഈ ബാക്ടീരിയ ആയതുകൊണ്ട് അതിനെ മുഴുവനും ഈ ബാക്ടീരിയയുടെ ഭക്ഷണമാണിത്. നമ്മുടെ വിസർജ്യം ബാക്ടീരിയ ഭക്ഷിക്കുകയാണ്. അതിനകത്ത് ഈ പ്രോസസ്സ് കഴിയുമ്പോൾ പുറത്ത് വരുന്നത് വെള്ളമാണ്. അതുകൊണ്ട് തന്നെ സാധാരണ സെപ്റ്റിക് ടാങ്കിൽ ഉണ്ടാകുന്നത് പോലെയുള്ള ഈ നൈറ്റ് സോയിൽ അല്ലെങ്കിൽ സ്ലറി ഇതിനകത്ത് ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് ക്ലീനിങ് വേണ്ട. സ്മെല്ലുണ്ടാവുമോ? അങ്ങനെ മണമില്ല, സ്മെല്ലില്ല. ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. വേണ്ട. സമുദ്ര പ്ലാനറ്റിൻ്റെ ഒരു ഫ്യൂച്ചർ പ്ലാൻ അല്ലെങ്കിൽ കേരളത്തിൽ എന്താണ് ഒരു ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പോകുന്ന ഒരു സ്ട്രാറ്റജി എന്താണ് സമുദ്ര പ്ലാൻ? ഇപ്പോൾ കേരളത്തിൽ പല തദ്ദേശീയ സ്വയംഭരണ മുനിസിപ്പാലിറ്റി, പഞ്ചായത്ത് അങ്ങനെയുള്ളവരുണ്ട്. ഇവരുടെ പലപ്പോഴും പരസ്യങ്ങൾ കാണാം. FSTP, അതായത് ഫീക്കൽ സ്ലഡ്ജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട്. ഈ അടുത്ത ദിവസം പേപ്പറിൽ ഒരു വാർത്ത വന്നിരുന്നു, ഒരു മൊബൈൽ FSTP ഉണ്ടാക്കിയിട്ട് അത് ഫെയിലായി വർക്ക് ചെയ്യുന്നില്ല. ഫീക്കൽ സ്ലഡ്ജ് ഉണ്ടെങ്കിലല്ലേ ഫീക്കൽ സ്ലഡ്ജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൻ്റെ ആവശ്യമുള്ളൂ. ഓക്കെ, അത് ഒഴിവാക്കുക. നമ്പർ 1. ബയോഡൈജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ സ്ലഡ്ജ് ഇല്ല, ഫീക്കൽ സ്ലഡ്ജ് വരുന്നില്ല. അപ്പോൾ പിന്നെ FSTP പ്ലാന്റിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ കേരളം ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം, ഇപ്പോൾ FSTPക്ക് അലോക്കേഷൻ ഉണ്ട്. FSTP ചെയ്യാൻ അലോക്കേഷൻ ഉണ്ട് എല്ലാ പഞ്ചായത്തുകൾക്കും മുനിസിപ്പാലിറ്റിക്കും. പക്ഷേ ഇപ്പം താങ്കളുടെ വീട്ടിൻ്റെ അടുത്ത് കുറേ സ്ഥലമുണ്ട്, പുറമ്പോക്ക അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ സ്ഥലമുണ്ടെന്ന് വിചാരിക്കുക.
ഗവൺമെൻറ് കൊണ്ടുവന്നിട്ട് അവിടെ ഒരു FSTP ഉണ്ടാക്കിയിട്ട് ഇത് കൊണ്ടുവന്ന് ട്രീറ്റ് ചെയ്യാനായിട്ട് അവിടെ കൊണ്ടുവന്നു. താങ്കൾ സമ്മതിക്കുന്നില്ല. നാട്ടുകാരുടെ മുഴുവൻ വേസ്റ്റ് എടുത്തിട്ട് എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് എൻ്റെ ട്രീറ്റ് ചെയ്യും. കേരളത്തിലെ പോലത്തെ സ്ഥലത്ത് സ്ഥലപരിമിതികളുണ്ട്. ഇത് ബയോഡൈജസ്റ്റർ വെച്ചാൽ സ്ലെഡ്ജ് ഇല്ല. ഓക്കെ. അപ്പൊ അതുകൊണ്ട് വേറെ ഓൾട്ടർനേറ്റീവ് ട്രീറ്റ്മെന്റിനെ കുറിച്ച് ആലോചിക്കണ്ട. ബയോഡൈജസ്റ്ററിൽ നിന്ന് വരുന്ന ഡിസ്ചാർജ് റീസൈക്കിൾ ചെയ്യാൻ പറ്റുമോ? ചെയ്യാം. കാരണം വീടുകളിൽ നിന്ന് വരുന്നത് ചെയ്യാൻ പറ്റുന്നത് ശരിക്ക് ഒരു അടുത്തൊരു ടാങ്ക് കൂടെ വെക്കുക. അത് അപ്പം ഒരു സെക്കൻഡറി ട്രീറ്റ്മെൻറ്റ് എന്ന് പറയാം. ഇതിൽ നിന്ന് വരുന്ന ഓവർഫ്ലോ നമ്മൾ കളക്ട് ചെയ്യുക. ആ ഓവർഫ്ലോ ടാങ്കിനകത്തോട്ട് വേണം കുളിക്കുന്ന വെള്ളം അത് കൊണ്ടുവന്ന് ഇവിടെ കൊടുക്കുക. ഈ ബയോഡൈജസ്റ്ററിൽ നിന്ന് ടോയ്ലറ്റ് വേസ്റ്റിൽ നിന്ന് വരുന്ന ഓവർഫ്ലോ ഒരു കളക്ഷൻ ടാങ്കിൽ കൊടുക്കുക. ആ കളക്ഷൻ ടാങ്കിലോട്ട് കുളിക്കുന്ന വെള്ളം കൊണ്ടുവന്ന് കൊടുക്കുക, കിച്ചണിൽ നിന്നുള്ള കൊടുക്കുക, വാഷിംഗ് മെഷീനിലെ വെള്ളം കൊടുക്കുക. അപ്പോൾ ഇത്രയും വന്ന് അതിനകത്ത് വരുമ്പോൾ കിച്ചണിൽ നിന്ന് വരുന്നതിന് മാത്രം ഒരു ഗ്രീസ് ട്രാപ്പ് വയ്ക്കണം. ഗ്രീസ് ഓയിൽ റിമൂവ് ചെയ്തിട്ട് ഇതിനകത്ത് വന്നിട്ട് ഈ ഹോൾഡിംഗ് ടാങ്കിൽ നിന്നുള്ള വെള്ളം എടുത്തു കഴിഞ്ഞിട്ട് നേരെ ചെടിക്ക് ഒഴിക്കുക. അതായത് സോപ്പുണ്ട്, കിച്ചണിൽ നിന്നുള്ള ബാക്കി സാധനങ്ങൾ എല്ലാം ഓയിലും ഗ്രീസും ഇതെല്ലാം കൂടെ കോമൺ ഒരു വീടിന്റെ കംപ്ലീറ്റ് ഡിസ്ചാർജ് എല്ലാം കൂടെ കളക്ട് ചെയ്ത് അത് ട്രീറ്റ് ചെയ്യും. അത് ഇതിനകത്ത് ഹോൾഡ് ചെയ്തിട്ട് നേരെ ചെടിക്ക് ഒഴിക്കുക. പ്രോസസ് ചെയ്ത് ചെടിക്ക് ഒഴിക്കുക. പിന്നെ ഇപ്പോൾ റീഫ്ലഷിങ്ങിന് ഞങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ നോർത്ത് കേരളയിൽ ഒരു ക്ഷേത്രത്തിലാണ്. അവിടെ ഈ ബയോഡൈജസ്റ്ററിൽ നിന്ന് ഒരുപാട് ആൾക്കാർ ഈ വിശേഷ ദിവസങ്ങളിലും ഉത്സവത്തിനൊക്കെ ഒരുപാട് ആൾക്കാർ വന്ന് ഉപയോഗിക്കുന്നുണ്ട്. ആ സമയത്ത് ഇതിനകത്തുനിന്ന് വരുന്ന ഓവർഫ്ലോ, ബയോഡൈജസ്റ്ററിൽ നിന്ന് വരുന്ന ഓവർഫ്ലോ ഈ പറഞ്ഞ ഹോൾഡിംഗ് ടാങ്കിൽ വന്നിട്ട് ഒരു സെക്കൻഡറി ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. അവിടെ ചെയ്തിരിക്കുന്ന സെക്കൻഡറി ട്രീറ്റ്മെൻറ്റ് ഒരു 2-3 ടൈപ്പ് ഓഫ് ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. അതിൽ ഒന്ന് ഫൈറ്റോ റെമിഡിയേഷനാണ്, പിന്നെ ഫിൽട്രേഷനാണ്, പിന്നെ ഹോൾഡ് ചെയ്തിട്ട് നമുക്ക് പിന്നെ ഓസനേറ്റ് ചെയ്ത് ചെയ്യാം. ഈ ഫൈറ്റോ റെമിഡിയേഷൻ എന്ന് പറയുന്നത് ചെടികളിൽ കൂടെ കടത്തി വിട്ടിട്ട് അതിൻ്റെ ഇതിൻ്റെ ന്യൂട്രിയൻസ് എല്ലാം വലിച്ചെടുത്ത് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നീട് അതിനകത്തൂടെ ഫിൽറ്റർ ചെയ്ത് വരുന്ന വെള്ളം ക്ലീൻ വെള്ളമാണ്. അത് നമ്മുടെ CPCB നോംസോ PCB നോംസൊക്കെ മീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള എഫ്ലുവൻ്റ് ആണ്. അത് നമുക്ക് റീഫ്ലഷിങ്ങിന് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇവിടെ ചെയ്തിരിക്കുന്നത് ഈ ക്ഷേത്രത്തിൽ ചെയ്തിരിക്കുന്ന അവിടെ സ്ഥലപരിമിതിയുണ്ട്. സ്ഥലം കുറവായതുകൊണ്ട് അത് ഈ പറഞ്ഞ കാർബൺ ആൻഡ് സാൻഡ് ഫിൽട്രേഷനിൽ കൂടെ എടുത്തിട്ട് ഈ ഹോൾഡിംഗ് ടാങ്കിൽ നിന്ന് എടുത്തിട്ട് അതിൽ നിന്ന് ഫിൽറ്റർ ചെയ്ത് അൾട്രാവയലറ്റ് കഴിഞ്ഞിട്ട് നേരെ ഓവർ ടാങ്കിൽ പോയിട്ട് അവിടെ ഫ്ലഷ് ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ട്. ബയോഡൈജസ്റ്റർ ആൻഡ് ബയോ ഹാർവെസ്റ്റർ, ദിസ് ഈസ് ഗോയിങ് ടു ബി എ ഗെയിം ചേഞ്ചർ ഇൻ കേരള. ഡെഫിനറ്റ്ലി മോർ ആൻഡ് മോർ പീപ്പിൾ ഷുഡ് നോ അബൌട്ട് ഇറ്റ്. ഒരു അവയർനെസ് വരണം. അവയർനെസ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആൾക്കാർ പീപ്പിൾ വിൽ സ്റ്റാർട്ട് യൂസിങ് ഇറ്റ്. താങ്ക് യു ജീവൻ സാർ ഫോർ ഷെയറിങ് യുവർ വാല്യുബിൾ ഇൻപുട്സ്. സോ ലെറ്റ് us hope that എല്ലാ ജനങ്ങളും ഇത് 2 കൈയോടെ സ്വീകരിച്ച് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ചേഞ്ച്, വേസ്റ്റ് മാനേജ്മെൻറ്റിൽ പോസിറ്റീവായിട്ടുള്ളൊരു ചേഞ്ച് കേരളത്തിൽ വരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ ടേക്കിംഗ് ദ ഇനിഷ്യേറ്റീവ്.